ഏത് ഫയലാണ് ഡിലീറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഓപ്ഷൻ എടുക്കുക. അതിൻ്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ മൂവ് ടു ബിൻ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ ഫയൽ ഡിലീറ്റ് ആയി പോകും. അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷോർട്ട് കീ ഉണ്ട്, കമാൻഡ് ഡിലീറ്റ്. കമാൻഡ് ഡിലീറ്റ് അടിച്ചു കഴിഞ്ഞാലും സെയിം ആയിട്ട് ഫയൽ ഡിലീറ്റ് ആയി പോകും. പക്ഷേ ഈ ഡിലീറ്റ് ആകുന്ന ഫയൽ ഒരിക്കലും സിസ്റ്റത്തിൽ നിന്നും ഡിലീറ്റ് ആകുന്നില്ല, അത് ബിന്നിലേക്കാണ് പോകുന്നത്. അപ്പോൾ സിസ്റ്റത്തിൻ്റെ താഴെ, ഡെസ്ക്ടോപ്പിൻ്റെ താഴെ റൈറ്റ് സൈഡിൽ ബിൻ കാണാം. ആ ബിൻ എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാവുക ഫയൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് ഈ ഫയൽ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഓപ്ഷനിൽ വരിക. അതിൻ്റെ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഡിലീറ്റ് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫയൽ പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ഇവിടെ നിന്ന് ആ ഫയൽ തിരിച്ചു കൊണ്ടുവരാനും പറ്റും, റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിക്കവർ ചെയ്യേണ്ട ഫയലിൻ്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ പുട്ട് ബാക്ക് എന്ന് പറഞ്ഞിട്ട് ബട്ടൺ കാണാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്നാണോ ഡിലീറ്റ് ചെയ്ത് അവിടേക്ക് ആ ഫയൽ തിരിച്ച് കയറിയിട്ടുണ്ടാവും. അടുത്ത ഓപ്ഷൻ വരുന്നത് കമാൻഡ് ഓപ്ഷൻ ഡിലീറ്റ്. ഇതൊരു ഷോർട്ട് കീ ആണ്. അപ്പോൾ ഈ ഷോർട്ട് കീ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒരു ഫയൽ ഡിലീറ്റായി പോകുന്നതാണ്, പെർമനൻ്റ്ലി ഡിലീറ്റ് ആവും. ബിന്നിലേക്കൊന്നും കയറില്ല കേട്ടോ. പെർമനൻ്റ്ലി ഈ ഫയൽ ഡിലീറ്റായി പോയി. ബിന്നിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആ ഫയൽ കാണാൻ പറ്റില്ല. നിങ്ങളിങ്ങനെ ഫയൽ ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് ചെയ്യണം. അതല്ലെങ്കിൽ ഡിലീറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല. അടുത്തത് വരുന്നത് ബിൻ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസാണ്. ബിന്നിൻ്റെ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ എംപ്റ്റി ബിൻ എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് എല്ലാ ഫയൽസും, ബിന്നിലുള്ള എല്ലാ ഫയൽസും ക്ലിയർ ആയി പോകും. അതല്ലെങ്കിൽ അതിനുള്ളൊരു ഷോർട്ട് കീ ഉണ്ട്, അതാണ് കമാൻഡ് ഷിഫ്റ്റ് ഡിലീറ്റ്. അപ്പോൾ കമാൻഡ് ഷിഫ്റ്റ് ഡിലീറ്റ് അടിച്ചു കഴിഞ്ഞാലും നിങ്ങളോട് ചോദിക്കും ബിൻ ക്ലിയർ ചെയ്യട്ടെ എന്ന് ചോദിക്കും. അത് ചോദിച്ച് യെസ് കൊടുത്തു കഴിഞ്ഞാൽ ബിന്നിലുള്ള എല്ലാ ഫയലും ക്ലിയർ ആയി പോയി. അതൊന്നും നമുക്കൊരിക്കലും തിരിച്ച് എടുക്കാൻ കഴിയുന്നതല്ല.